സ്വന്തം കാര്യം നോക്കി കിട്ടിയ സ്ഥലത്ത് കാറുണ്ടോ ബൈക്കുണ്ടോ എന്നൊന്നും നോക്കാതെ നേരെ അങ്ങ് കാറ് പാർക്ക് ചെയ്യുന്നു. നല്ല കൂളായിട്ട് കാറ് ലോക്ക് ചെയ്തിട്ട് നടന്നു പോകുന്നു. ഇതൊന്നും അറിയാതെ പാവം പിടിച്ചവൻ സ്വന്തം കാർ എടുക്കാൻ വന്നപ്പോൾ ഇതാ കിടക്കുന്ന ബാക്കിലൊരു കാറ്. ഏതവനാടെ ഈ 8ന്റെ പണി എനിക്ക് തന്നിട്ട് എങ്ങോട്ടാ പോയതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. അവസാനം അവൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാറ് മൊത്തം ചുറ്റി നടന്ന് ഇതൊന്നും നടപ്പാവുന്ന കേസല്ല എന്ന് മനസ്സിലാക്കി അവനും കാത്തു നിൽക്കുന്നു. എത്ര നല്ല മാന്യമായ ആചാരം അല്ലേ? തോന്നിയ സാധനങ്ങളെല്ലാം വണ്ടിയിലിരുന്ന് തന്നെ കഴിച്ചിട്ട് തോന്നിയ സ്ഥലത്തിട്ടിട്ട് അവസാനം ദാ ഇതേപോലൊരു ഡയലോഗും. എന്താ അല്ലേ? ഒരുപാട് സാധനങ്ങൾ കയ്യിലുണ്ട്, ഒന്നും ശരിയായ രീതിയിൽ വെക്കാൻ കഴിയാത്ത ഒരു വണ്ടി വിടാമ. ഒരു വാഹനം ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ അതൊക്കെ വൃത്തിയായിട്ട് അതേപോലെ ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ സേഫ് ആവാൻ വേണ്ടിയിട്ടുള്ള 3 പ്രോഡക്റ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. യെസ്, ഫസ്റ്റ് പ്രോഡക്റ്റായിട്ട് വരുന്നത് ബേസിയസ് എന്ന ബ്രാൻഡിൻ്റെ മെറ്റൽ ടെമ്പററി പാർക്കിംഗ് നമ്പർ കാർഡ് എന്ന് പറഞ്ഞുള്ള പ്രോഡക്റ്റ് ആണ്. ഇത് നമുക്ക് പാർക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഡബിൾ കോൺഫിഡൻസോട് കൂടി പാർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇതുപോലെയുള്ള ഒരു ബോക്സിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ കളർ വരുന്നത് ബ്ലാക്ക് ആൻഡ് സിൽവർ ആണ്. അതുപോലെ മെറ്റീരിയൽ വരുന്നത് അലുമിനിയം അലോയും അതേപോലെ തന്നെ മാഗ്നറ്റും മിക്സ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. അതിന് വേറൊരു കാരണവും കൂടെ ഉണ്ട്. അതിന് കാരണമായിട്ട് വരുന്നത് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത് മാഗ്നറ്റ് ടൈപ്പുള്ള നമ്പേഴ്സ് ആണ്. 6 റോയിൽ 0 to 9 വരെയുള്ള നമ്പേഴ്സ് ആണ് ഇൻക്ലൂഡ് ആയിട്ട് നമുക്ക് ബോക്സിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് നമ്പേഴ്സിലേക്കും ചേഞ്ച് ചെയ്യാൻ സിമ്പിളായിട്ട് ചെയ്യാം. സ്റ്റിക്കർ ടൈപ്പ് അല്ല വരുന്നത്, മാഗ്നറ്റ് ടൈപ്പാണ്. ഈ നമ്പേഴ്സ് എല്ലാം രാത്രി സമയങ്ങളിൽ ചെറിയൊരു പ്രകാശത്തിൽ കത്തി നിൽക്കുകയും കൂടെ ചെയ്യും. ഓക്കെ, ഇത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇവിടെയുള്ള ഈ ഒരു ക്യാപ്പ് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതൊന്നും ഇങ്ങനെ വലിച്ച് നേരെ എടുക്കുക. നമ്പർ പെട്ടെന്ന് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്, അല്ലാതെ ഡയറക്റ്റ് വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ നമ്പർ കാർഡ് എടുത്തതിന് ശേഷം ഇത് അതിൻ്റെ മുകളിലുള്ള ആ ഒരു കവർ നേരെ റിമൂവ് ചെയ്ത് കളയുക. എന്നിട്ട് ഓരോ നമ്പേഴ്സ്, നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണോ അതെല്ലാം നമ്മൾ അതിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ റിമൂവ് ചെയ്ത് എടുക്കുക. നമ്പേഴ്സ് എല്ലാം ഇതേപോലെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്പർ പ്ലേസ് ചെയ്യേണ്ട ഈ ഒരു സംഭവം എടുക്കുക, അതിൽ ഓരോ നമ്പേഴ്സായിട്ട് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കുക മാത്രമേ ചെയ്യാനുള്ളൂ. നമ്മൾ സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോൾ വേണമെങ്കിലും ഇത് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. നമ്പറെല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം മെയിൻ കമ്പാർട്ട്മെൻറ്റ് എടുക്കുക, അതിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിലേക്ക് കയറ്റി വയ്ക്കുക. അതിനുശേഷം നേരെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ക്യാപ്പ് ക്ലോസ് ചെയ്യുക. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഇപ്പം നമ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആവശ്യമുള്ള സമയത്ത് മാത്രം നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാനും ഇല്ലാത്ത സമയത്ത് നമ്പർ ഹൈഡ് ചെയ്ത് വെക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈവസി നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് പോകുന്ന സമയത്ത് മാത്രം ഓപ്പൺ ചെയ്ത് വെക്കുക, അല്ലാത്ത സമയത്ത് ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി ഇത് പ്ലേസ് ചെയ്യാന്നുള്ളതാണ്. ഇതിൻ്റെ ബാക്കിലായിട്ട് 3mm ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കവർ നേരെ നിങ്ങൾ റിമൂവ് ചെയ്ത് കളയുക. അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണോ ആവശ്യമുള്ള പ്ലേസ് നിങ്ങളുടെ കയ്യെത്താ ദൂരത്ത് നിങ്ങൾക്ക്, കാരണം പാർക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനൊക്കെയുള്ള സൗകര്യമുള്ള സ്ഥലത്ത് നിങ്ങൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് അവിടെ ആയി. ഇനി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പാർക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി അങ്ങ് നിർത്തുക, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക, നമ്പർ അവിടെ വ്യൂ ആയി. അതിനുശേഷം നിങ്ങൾ പാർക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല യുണീക്ക് ആയിട്ടുള്ളൊരു ഡിസൈനുമാണ്. അതേപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ഫീലാണ്. നമ്മളൊരു നമ്പർ കൊടുത്തു എന്നുള്ള ഫീലൊന്നുമില്ല. സ്റ്റിക്കറൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മിഠായി കവറുകൾ അങ്ങനെയുള്ള പല സംഭവങ്ങളും യാത്രകളിലെ ഭക്ഷണമായിട്ട് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വേസ്റ്റുകൾ ഉണ്ടാവും. അത് നമ്മളെന്താ ചെയ്യാറുള്ളത്, ഡോറിൻ്റെ സൈഡിലുള്ള അവിടെ ഫുള്ളായിട്ടിടും. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ കപ്പ് ഹോൾഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മൊത്തത്തിൽ ആകെ വൃത്തി കേടായിരിക്കും. ഡോറൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ദുർഗന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഈ ഒരു ഒറ്റ ക്ലിക്കിലുള്ള ഡസ്റ്റ്ബിൻ, ചെറിയൊരു ഡസ്റ്റ്ബിനാണ് കണ്ടില്ലേ, ചെറിയൊരു ഡസ്റ്റ്ബിൻ, ബ്ലാക്ക് ആണ്. കണ്ടാൽ തന്നെ ഇതൊരു ഡസ്റ്റ്ബിൻ ആണെന്ന് പറയും, കാരണം അത്രയും നല്ല ക്വാളിറ്റിയിലും നല്ല മെറ്റീരിയലുമാണ് ഇത് മെയ്ഡ് ആയിട്ടുള്ളത്. ഇത് ഫുള്ളി മെറ്റൽ ബോഡിയാണ്, അലോയ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇതിന് വരാനില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, സിംഗിൾ ക്ലിക്കിൽ ഓപ്പണായി നമുക്ക് വേസ്റ്റ് എല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഇവിടെ താഴ്ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ഒരു സംഭവം നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ വേസ്റ്റൊക്കെ ഇതിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ കൂടെ തന്നെ 30ഓളം ഡസ്റ്റ്ബിൻ കവറുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നേരെ ഇതേപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒന്നായിട്ട് കിട്ടി. അത് നേരെ റിമൂവ് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇതെടുത്തതിന് ശേഷം നേരെ ഇതേപോലെ അങ്ങ് ഇറക്കി വെക്കുക. കുറച്ച് ഭാഗം മുകളിലേക്ക് ഉണ്ടാവും, അത് നേരെ ഇവിടെ താഴെയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മെയിൻ കമ്പാർട്ട്മെൻറ്റ് എടുത്തിട്ട് നേരെ അങ്ങ് ക്ലോസ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക.
ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് 1 ക്ലിക്കിൽ തന്നെ ഇത് ഓപ്പൺ ആവും. നേരെ നമ്മുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. 500 ml വരെയാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊക്കെ നമുക്ക് വലിയ സംഭവങ്ങളൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. ചെറിയ ചെറിയ മിഠായി കവറുകൾ അല്ലെങ്കിൽ ചെറിയ നാരങ്ങയുടെ തൊലി അല്ലെങ്കിൽ അങ്ങനെയുള്ള ടിഷ്യൂ പേപ്പർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. വൃത്തിയായിട്ട് നീറ്റായിട്ട് യാതൊരു സ്മെല്ലും ഇല്ലാതെ തന്നെ ഇതിൽ സൂക്ഷിക്കാം. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇവിടെ റിമൂവ് ചെയ്യുക. അതിനുശേഷം നേരെ നമുക്ക് കവർ ഇതേപോലെ ഊരിയെടുക്കാം. നേരെ ഫിറ്റ് ചെയ്തതിനു ശേഷം എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. മൂന്നാമത്തെ പ്രോഡക്റ്റായിട്ട് വരുന്ന ഒരു ഹാംറെസ്റ്റ് ഓർഗനൈസർ ആണ്. ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാനും അതേപോലെ തന്നെ 2 USB പോർട്ടും ലഭിക്കുന്നുണ്ട് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ. ഇവിടെയായിട്ട് നമുക്ക് വാലറ്റ്, മൊബൈൽ ഫോൺ, അതുപോലെ കീസ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം. പ്രധാനമായിട്ട് നമ്മളെല്ലാവരും നേരിടുന്നതാണ് കാറിൽ സ്പേസ് കുറയുന്നൊരു സംഭവം. അപ്പോൾ ഇതിലെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാം. അതിൻ്റെ കൂടെ തന്നെ അവിടെ ഒരു കപ്പും ബോട്ടിൽസൊക്കെ വെക്കാനുള്ള ഒരു ഹിഡൻ ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കപ്പ് ഹോൾഡറും കൂടെയാണ്. അതുകൊണ്ട് സ്പേസസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാതെ നേരെ നമ്മുടെ കാറിൻ്റെ ഇവിടെ ആയിട്ട് അങ്ങ് സെറ്റ് ചെയ്യുക. ആംബ്രസ്റ്റിൻ്റെ തൊട്ടടുത്തായിട്ട് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒട്ടിച്ച് വേണമെങ്കിൽ വെക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലേ, നല്ല വൃത്തിയിൽ നീറ്റായിട്ട് അവിടെ നിൽക്കും. ഈ സൈഡിലുള്ളവർക്കും അല്ലെങ്കിൽ ഡ്രൈവർ സൈഡിലുള്ളവർക്കും ആർക്കും യൂസ് ചെയ്യാം. ഇനി വേണ്ട ഇപ്പോൾ പെന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ സ്പ്രേ, ചീപ്പ് അങ്ങനെയുള്ള എല്ലാം നമുക്ക് ഓർഗനൈസ് ചെയ്തിട്ട് ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ചെറിയ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കപ്പ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെയായിട്ട് നമുക്ക് കപ്പ് സെറ്റ് ചെയ്യാം. അങ്ങനെയുള്ള സംഭവം. ഇനി മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് 2 പോർട്ട് നൽകിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ 3 പ്രോഡക്റ്റുകൾ? 3 കാര്യങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള 3 പ്രോഡക്റ്റുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന പ്രോഡക്റ്റുകളാണ്. ചെറിയൊരു എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ വാഹനം എന്നുള്ളത്. അത് ഭയങ്കര സ്മെല്ലി ആയിട്ട് ഡിസ്റ്റർബിങ് ആയിട്ട് അതേപോലെ തന്നെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആരെങ്കിലും വരുമോ അല്ലെങ്കിൽ ആ കാർ എടുക്കാൻ എന്ത് ചെയ്യുക എന്നൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ നമ്മളെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതിന് പകരം ഈ പറഞ്ഞ പ്രോഡക്റ്റുകളൊക്കെ നമ്മളെ കാറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ നമുക്ക് യാത്ര ചെയ്യാനും കോൺഫിഡൻസോട് കൂടി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് പോകാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമുക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.